ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്ലീബാ പെരുന്നാളിന് ശേഷം 4-ാം ഞായറാഴ്ച വേദവായനാഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 18 വരെ. കാര്യവിചാരകത്വം ആണ് മുഖ്യ വിഷയം. മാർത്തോമാസ്ലീഹ ഇന്ത്യയിൽ വന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നമുക്കറിയാവുന്നതാണ്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടതെന്നും ഒരു നല്ല തച്ചനെ അന്വേഷിച്ച് നടന്ന ആൾക്ക് തോമാസ്ലീഹയെ വിറ്റുവെന്നും തോമാസ്ലീഹ കച്ചവടക്കാരനൊപ്പം ഭാരതത്തിലെത്തി ഗോണ്ടോഫോറോസ് രാജാവിന് കൊട്ടാരം പണിയാൻ ചുമതലയേറ്റുവെന്നുമാണ്. എന്നാൽ തച്ചൻ്റെ കുടിയിൽ വന്ന് അവതരിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം അറിയാവുന്ന തോമാസ്ലീഹ സുവിശേഷവേല നന്നായി തന്നെ നടത്തി എന്ന് നാം പഠിച്ചിട്ടുണ്ട്. രാജാവ് കൊട്ടാരം പണി കാണുവാൻ വന്നപ്പോൾ കൊട്ടാരം സ്വർഗത്തിലാണ് പണിതിരിക്കുന്നതെന്ന് തോമാസ്ലീഹ മറുപടി പറയുന്നു. ഈ ലോകത്തിലെ മന്നന് സ്വർഗത്തിലെ വലിയ മന്നൻ്റെ ഹൃദയവിചാരം അറിയില്ലല്ലോ. തോമാസ്ലീഹയെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു. പിറ്റേ ദിവസം തന്നെ രാജാവിൻ്റെ പ്രിയ സഹോദരൻ മരിക്കുന്നു. ആ വിവരം അറിഞ്ഞ് തോമാസ്ലീഹ തന്നെ മരിച്ച സഹോദരൻ്റെ അടുത്ത് കൊണ്ടുപോകുവാൻ ദൂതൻ വഴി അപേക്ഷിക്കുന്നു രാജാവിനോട്. രാജാവിൻ്റെ സഹോദരനെ തോമാസ്ലീഹ ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് വന്ന സഹോദരൻ രാജാവിനും സഹോദരങ്ങൾക്കും വേണ്ടി തോമാസ്ലീഹ സ്വർഗത്തിൽ പണിതിരിക്കുന്ന കൊട്ടാരത്തെക്കുറിച്ച് രാജാവിനോട് വിവരിക്കുന്നു. രാജാവും പരിവാരങ്ങളും വിശ്വാസില എന്നാണ് കഥ സാക്ഷിക്കുന്നത്. അനിയതുള്ള ധനം ആ രാജകുടുംബത്തിന് സ്വർഗത്തിൽ കൊട്ടാരം പണിയുന്നതിന് ഉപയുക്തമായി. അതിന് മുഖാന്തരമായ തോമാസ്ലീഹയാണ്. വേദവാക്യം വായിക്കുമ്പോൾ കള്ളത്തരം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണെന്ന് തോന്നും കള്ളത്തരങ്ങൾ എഴുതി. എന്നാൽ അതിൻ്റെ ആന്തരിക അർത്ഥം അങ്ങനെയല്ല എന്ന് നാം അറിയുക തന്നെ വേണം. ഒന്ന്, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം. അതൊരു വെട്ടിക്കുറയ്ക്കലാണ്. രണ്ടാമത്, നമുക്കുള്ളത് തോമാസ്ലീഹയെ പോലെ സഹജീവികൾക്ക് പ്രയോജനപ്പെടും വിധം വ്യാപാരം ചെയ്യണം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആചാര്യരായിരുന്നല്ലോ ഗ്രിഗോറിയോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്ന്. പ്രവചനങ്ങളിൽ നിന്നുള്ള ഉദ്ധരണിയാണത്. അദ്ദേഹം ജീവിതാന്ത്യത്തോളം അങ്ങനെ തന്നെ ചെയ്ത ആളാണ്. നമ്മിൽ പലരുടെയും ലാക്കും ലക്ഷ്യവും ഉദ്ദേശവും ബാങ്ക് ബാലൻസും കെട്ടിയിരിപ്പുമാണ്. ആയുഷ്കാലം പിച്ചെടുത്തവരുടെ ഭാണ്ഡങ്ങളിൽ പോലും ലക്ഷങ്ങൾ കെട്ടിയിരിക്കുമ്പോൾ അവർ തെണ്ടി നടക്കുന്ന ചിത്രം നാം പത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. കസ്തൂരിമാൻ തൻ്റെ ദേഹത്തുള്ള സുഗന്ധം അന്വേഷിച്ച് ഓടുന്നതായി കബീർദാസ് കുറിച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടിവെച്ചിരിക്കുവാനല്ല ദൈവം തരുന്നത്, ചിലവഴിക്കുവാനും വ്യാപാരം ചെയ്യുവാനുമാണ്. നല്ല വ്യാപാരി ആയിരിക്കുമ്പോൾ മാത്രമേ കൂടുതൽ താലം നമ്മെ ദൈവം ഏൽപ്പിക്കുകയുള്ളൂ. നശിച്ചുപോകുന്ന മാമോനെ ആർജിക്കുവാനുള്ള വ്യഗ്രത നന്മയ്ക്കല്ല, തിന്മയ്ക്കും നാശത്തിനുമാണ്. അതിൻ്റെ പുറകെ പോകുന്നവർ നിരാശാഭംഗത്താൽ എങ്ങും എത്തുകയുമില്ല. കഴിഞ്ഞ 1-2 വർഷം നമ്മുടെ സമൂഹത്തിലുണ്ടായ പ്രധാന സംഭവങ്ങൾ ധനത്തിന്മേലുള്ള അത്യാർത്തി നിമിത്തം ഉന്നതങ്ങളിൽ ഇരുന്നവർ വരെ നാണിക്കുന്ന സംഭവങ്ങളാണ്. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, കഷ്ടത്തിലിരിക്കുന്നത് പോവുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. ഗോണ്ടോഫോറോസ് രാജാവിൻ്റെ സഹോദരൻ കണ്ട കൊട്ടാരം സ്വർഗത്തിലാണ്. അവിടെയും പിടി വേണം, ഇവിടെയും എല്ലാ ദ്രവ്യാഗ്രഹവും സ്ഥാനമാനങ്ങളും അത്യാർത്തിയും വേണമെന്ന് ചിന്തിക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതുതന്നെയാണ് കർത്താവ് പറയുന്നത്, ഒരുവൻ 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല. കാര്യവിചാരകത്തിൽ നമ്മുടെ പാത വ്യതിരിച്ചുകൂടാ. ഈ അധ്യായത്തെ തുടർന്നുള്ള അധ്യായങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ പറയുന്നുണ്ട്. ധനത്തിൻ്റെ സുഖലോലുപതയിൽ കഴിഞ്ഞ ധനവാന്റെ അവസ്ഥ നമ്മുടെ കർത്താവ് മനസ്സ് തുറന്ന് നമുക്ക് ചിത്രീകരിച്ചു തരുന്നു. നാം അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ നല്ല കാര്യസ്ഥനായിരിക്കാനും നശിച്ചുപോകുന്ന മാമോനിൽ നിന്ന് പിടിവിട്ട് നിന്നിലായിരിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.